ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. അപ്പോൾ ഇതിൽ SDRFിൽ നിന്നാണ് 4 ലക്ഷം രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ ധനസഹായം. കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും സഹായം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗജന്യ താമസം ഉറപ്പാക്കും. ചാലിയാറിൽ വെള്ളിയാഴ്ച വരെ തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി. ചൂരൽമലയിലും മുണ്ടക്കയിലും ജനകീയ തെരച്ചിൽ പുരോഗമിക്കുന്നു. പ്രദേശത്ത് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ശരീരഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം വന്നു തുടങ്ങി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ പുഴയിലിറങ്ങി പരിശോധന തുടരുന്നു. കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരണം. തെരച്ചിലിൽ പ്രതീക്ഷയെന്ന് ഈശ്വർ മൽപെ കേരള വിഷൻ ന്യൂസിനോട്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPIഎമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ്. വടകരയിലുണ്ടായത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ കാര്യമെന്ന് VD സതീശൻ. ഉന്നത നേതാക്കളുടെ അറിവോടെ നടന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നും വിമർശനം. നിയമ നടപടി തുടരുമെന്ന് ഷാഫി പറമ്പിൽ. പുനഃസംഘടനയിൽ പ്രാദേശിക ഘടകങ്ങൾക്ക് KPCCയുടെ അന്ത്യശാസനം. മണ്ഡലം വാർഡ് കമ്മിറ്റികൾ ഉടൻ പുനഃസംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശം. മുൻപ് നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്ന് വിമർശനം. ഭാരവാഹികളുടെ കാര്യത്തിൽ സോഷ്യൽ ബാലൻസിംഗ് വേണമെന്നും KPCC. ഇടുക്കി മൂന്നാറിൽ ഭീതി പരത്തി കാട്ടാനയും കാട്ടുപോത്തും. ചുറ്റുവരയിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നല്ലതാണി എസ്റ്റേറ്റ് ലയങ്ങൾക്കടുത്ത് നാശനഷ്ടമുണ്ടാക്കി കാട്ടുപോത്ത്. വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം.